ഒരാൾ നമ്മളെ കൈകൾ അനക്കാത്ത വിധം ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനായി നമ്മൾ എത്ര കുതറിയാലും പ്രയോജനമുണ്ടാകണമെന്നില്ല. കൈകളുടെ ചലനം നമ്മുടെ ബാലൻസിന് വളരെ പ്രധാനമാണ്. ഏറ്റവും ബുദ്ധിപരമായ നീക്കം ശരീരം തളർത്തിയിടുക എന്നതാണ്. ഞൊടിയിടയിൽ എല്ലാ മസിലുകളും തളർത്തി തൻ്റെ ശരീരഭാരം മുഴുവനും അക്രമി താങ്ങേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ അയാളുടെ കൈകൾ അഴയും. നമുക്ക് വളരെ എളുപ്പത്തിൽ ആ കൈകൾക്കിടയിലൂടെ ഊർന്ന് താഴേക്കിറങ്ങാൻ സാധിക്കും. നതാലിയ ചെയ്തതും അതുതന്നെ. ഊർന്ന് താഴേക്കിറങ്ങി അവൾ അവൻ്റെ തല രവിയുടെ അരക്കെട്ടിൻ്റെ ഒപ്പം എത്തിയതും പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് തോക്ക് പിടിച്ച തൻ്റെ വലങ്കൈ ചുരുട്ടി ആഞ്ഞൊരിടിയായിരുന്നു. എവിടെയാണ് ആ ഇടി കൊണ്ടതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ട്രക്ക് വന്നിടിച്ച പോലെയാണ് രവിക്ക് തോന്നിയത്. ഒരൊറ്റ അലർച്ചയായിരുന്നു അയാൾ. നിവർന്നു നിന്ന നതാലിയ അയാളുടെ നെഞ്ചിൽ തൻ്റെ തോക്കിൻ കുഴൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് മറ്റവനെ നോക്കി. ഇടികൊണ്ടയിടം ഒന്ന് അമർത്തി പിടിക്കണമെന്നുണ്ടായിരുന്നു രവിക്ക്. പക്ഷേ അയാളുടെ ഓരോ അനക്കത്തിലും നതാലിയുടെ പിസ്റ്റൾ കൂടുതൽ നെഞ്ചത്തേക്ക് അമർന്നുകൊണ്ടിരുന്നു. രണ്ട് കാലുകളും പരസ്പരം അമർത്തി തിരുമ്മിക്കൊണ്ട് രവി പൊളഞ്ഞു. യു ആൻഡ് യുവർ ഗൺ ഓൺ ദ ഫ്ലോർ. നതാലിയ ജോബിയെ നോക്കി പുഞ്ചിരിയോടെ ആവശ്യപ്പെട്ടു. അയാൾക്ക് അവൾ പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷേ അവൾ എന്തോ ചെയ്യാൻ പറഞ്ഞതാണെന്നും ഉടനടി ചെയ്തില്ലെങ്കിൽ അവൾ കാഞ്ചി വലിച്ചേക്കുമെന്നും അയാൾക്ക് മനസ്സിലായി. അയാളുടെ മുഖത്തെ വെപ്രാളം കണ്ട് അവൾ ഇടത് കൈകൊണ്ട് നിലത്ത് കമിഴ്ന്നു കിടക്കാൻ ആംഗ്യം കാട്ടി. അയാൾ അതനുസരിച്ചതും അവൾ തോക്ക് പിൻവലിച്ച് രവിയുടെ മുഖത്തേക്ക് നോക്കി. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് മൂവ് ബ്രദർ? അവളുടെ മുഖത്തെ ചിരി മായുന്നേയില്ല. പൊന്നു മോളെ, പ്രഭാകരൻ സാറിനോടാ കളിയെന്ന് നിനക്ക് ഓർമ്മ വേണം. അവൻ്റെ നാവ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം മുടിക്കുത്തിൽ അവളുടെ പിടി മുറുകിയതും അവനെ മുൻപോട്ട് വലിച്ചു താഴ്ത്തി അവൾ മുട്ടുകാൽ കൊണ്ട് അവൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർത്തതും ഒപ്പം കഴിഞ്ഞു. ബോധരഹിതനായ രവിയെ പുറകോട്ട് തള്ളിമറിച്ചിട്ട് അവൾ തൻ്റെ അടുത്ത ഇരയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. പ്രഭാകരൻ്റെ വീടിനു മുൻപിൽ തൻ്റെ കാറിനുള്ളിൽ ഡേവിഡ് ജോൺ ആലോചനയിലായിരുന്നു. പലവട്ടം വിളിച്ചിട്ടും മിൽട്ടൺ ഫോൺ എടുക്കുന്നില്ല. ഡീൽ അയാൾ വേണ്ടെന്ന് വെച്ചോ? അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള നീക്കങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രഭാകരനും മിൽട്ടണും തമ്മിൽ തെറ്റുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇനി സ്റ്റെല്ല എന്തു ചെയ്യും? പ്രഭാകരനുമായി ഒരു ഡീലുണ്ടാക്കിയാൽ ശരിയാകില്ല. അയാൾ എന്തായാലും ആ കുട്ടിയെ ഉപദ്രവിക്കും, ഉറപ്പാണ്. എന്തായാലും നതാലിയുടെ അടുത്തേക്ക് ചെല്ലാം എന്നയാൾ തീരുമാനിച്ചു. അതിക്രമിച്ചു കിടന്ന 2 പേരെ അവളവിടെ കെട്ടിയിട്ടിരിക്കുന്നതായി വിളിച്ചു പറഞ്ഞിരുന്നു. തൽക്കാലം അതുപോയി ഡീൽ ചെയ്യാം എന്നയാൾ കരുതി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നാണ് പാസഞ്ചർ സൈഡിൽ ഗ്ലാസിൽ ആരോ ഉറക്കെ തട്ടിയത്. കാർ കുലുങ്ങിപ്പോയി. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ്റെ മുഖത്ത് ഒരു ഹുഡുണ്ടായിരുന്നു. ആരാണെന്ന് വ്യക്തമായില്ല. ഗ്ലാസ് താഴ്ത്താൻ അയാൾ ആംഗ്യം കാണിക്കുകയാണ്. ഡേവിഡ് ഗ്ലാസ് താഴ്ത്തിയതും അയാൾ ഉള്ളിലേക്ക് കൈയിട്ട് ഡോർ അൺലോക്ക് ചെയ്തു. ചാടിക്കേറി പാസഞ്ചർ സീറ്റിലിരുന്ന അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പിസ്റ്റൾ ഡേവിഡിൻ്റെ അരക്കെട്ടിലമർത്തി. ഡ്രൈവ്. മിൽട്ടൺ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു? ഐ സെഡ് ഡ്രൈവ്. മിൽട്ടൺ മുരണ്ടു. വണ്ടി മുന്നോട്ട് നീങ്ങിയതും മിൽട്ടൺ തോക്ക് ഡേവിഡിൻ്റെ കഴുത്തിന് പുറകിലേക്ക് പിടിച്ചു. എവിടേക്കാ പോകേണ്ടത്? ഡേവിഡിന് ഒന്നും മനസ്സിലായില്ല. സ്റ്റെല്ല എവിടെയാണോ അവിടേക്ക്. നമ്മൾ തമ്മിൽ ഒരു ഡീലുണ്ട്, മറക്കരുത് നീ. ഞാനൊന്നും മറന്നിട്ടില്ല. നീയാണ് ഡീൽ ഉപേക്ഷിച്ചത്. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? നീ പ്രഭാകരൻ്റെ വീട്ടിൽ നിന്നല്ലേ എന്നെ വിളിച്ചത്? എന്താ നിനക്ക് അയാളുമായി ഇടപാട്? സ്റ്റെല്ലയെ നീ അയാൾക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചില്ലേ? വാട്ട്? മിസ്റ്റർ മിൽട്ടൺ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത്. നമ്മൾ തമ്മിലാണ് ഇടപാട്. നിങ്ങളെ കാണാതെ വന്നപ്പോഴാണ് ഞാൻ മിസ്റ്റർ പ്രഭാകരൻ്റെ വീട്ടിലേക്ക് ചെന്നത്. സ്റ്റെല്ലയെ ഏത് നിമിഷവും നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. മിൽട്ടൺ ഒന്നും മിണ്ടിയില്ല. വേറൊരു കാര്യം കൂടി കേട്ടോളൂ. മിസ്റ്റർ പ്രഭാകരൻ്റെ ആളുകൾ സ്റ്റെല്ലയെ തട്ടിക്കൊണ്ടു പോകാനായി വന്നിരുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് നേരിൽ കാണാം. സ്റ്റെല്ല ഓക്കെ അല്ലേ? മിൽട്ടൺ തോക്ക് പിൻവലിച്ചു. ഷീ ഈസ് ഫൈൻ മിസ്റ്റർ മിൽട്ടൺ. നിങ്ങൾ അവളുടെ പപ്പയെ വിളിച്ചിരുന്നോ? ഇതുവരെയില്ല. കാരണം എനിക്കറിയില്ലല്ലോ നിങ്ങൾ പ്രഭാകരനോടൊപ്പം ചേർന്നുവെന്ന്. സ്റ്റെല്ലയെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് വിളിക്കാം. ഡേവിഡ് അങ്ങനെ ഒരുത്തനല്ല മിസ്റ്റർ മിൽട്ടൺ. ഞാൻ ഒരിക്കലും ചതിയിൽ വഞ്ചന കാണിക്കില്ല. അയാൾ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. നിങ്ങൾ ഇവിടെയാണെങ്കിൽ അപ്പോൾ സ്റ്റെല്ലയുടെ അടുത്താരാണ്? നിനക്ക് അടുത്ത് തന്നെ കാണാമല്ലോ. കാത്തിരിക്കൂ. പിന്നെ ഏതാണ്ട് അരമണിക്കൂറോളം മിൽട്ടൺ ഒന്നും സംസാരിച്ചില്ല. ഒടുവിൽ വണ്ടി പിറവത്തോടടുത്തപ്പോൾ അയാൾ ഡേവിഡിനെ നോക്കി. സോറി ഡേവിഡ്,
തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഇതൊരു പരിചയമില്ലാത്ത രാജ്യമാണ്. ഞാൻ ആകെ കൺഫ്യൂസ്ഡുമാണ്. മാരക രോഗങ്ങളൊക്കെ വന്ന് മരണം ഉറപ്പായി നടക്കുന്നവരില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. ചാകാറ എന്ന് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലാണ്. എന്താ അതിന് കാരണം? വാൾട്ടറാണോ? ആരും വിശ്വസിക്കില്ല ഡേവിഡ്. മിസ്റ്റർ വാൾട്ടർ എൻ്റെ അന്തകനാണ്. എന്നെങ്കിലും ഒരിക്കൽ അയാൾ എന്നെ വകവരുത്തും, അതുറപ്പാണ്. എനിക്കാകെയുള്ളൊരു പിടിവള്ളിയാണ് സ്റ്റെല്ല. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല ഡേവിഡ്. നമ്മൾ എത്താറായോ? അയാൾ വിഷയം മാറ്റാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. അത് പറഞ്ഞു തീർന്നതും ഡേവിഡ് തൻ്റെ വണ്ടി ആ വീട്ടുമുറ്റത്തേക്ക് ഓടിച്ചു കയറ്റിയതും ഒപ്പമായിരുന്നു. പുറത്തിറങ്ങിയതും മിൽട്ടൺ നേരെ സിറ്റൗട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഡേവിഡ് തടഞ്ഞു. ചാകാറായി എന്നൊരു തോന്നലില്ലേ? അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഞാൻ മുമ്പിൽ നിൽക്കാം. നിറപുഞ്ചിരിയോടെ നതാലിയ വാതിൽ തുറന്നു. മിസ്റ്റർ മിൽട്ടൺ. അവൾ ഹസ്തദാനത്തിനായി കൈനീട്ടി. മിൽട്ടൺ, ഇത് നതാലിയ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ഏറ്റെടുത്തത്. ഡേവിഡ് പരിചയപ്പെടുത്തി. നതാലിയ? മിൽട്ടണ് സംശയമായി. അതൊരു ഇന്ത്യൻ പേര് പോലെ തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്കെന്നെ വിളിക്കാനൊരു പേര് പോരെ? വരൂ, അകത്തേക്ക് ഇരിക്കാം. അകത്ത് 2 ഡൈനിങ് ചെയറുകളിലായി പുറംതിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് രവിയെയും ജോബിയെയും അവൾ കെട്ടിയിട്ടിരുന്നത്. രണ്ടുപേരും ഗാഢമായ മയക്കത്തിലായിരുന്നു. സോറി, കാർപ്പറ്റിൽ ഇത്തിരി ബ്ലഡായിട്ടുണ്ട്. അവൾ ചിരിയോടെ ക്ഷമാപണം നടത്തി. ഇവരെ എനിക്കറിയാം. പ്രഭാകരൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. മിൽട്ടൺ ഓർത്തെടുത്തു. എന്താ പ്രഭാകരനുമായി പ്രശ്നം? നതാലിയ ചോദിച്ചു. ഓ, അയാൾ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്രൂക്കഡായ ഒരാളെ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നറിയാമല്ലോ. സോറി, അറിയില്ല ഞങ്ങൾക്ക്. അതൊന്നും മിസ്റ്റർ പ്രഭാകരൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓ, അപ്പോൾ പിന്നെ നമുക്കത് വിട്ടേക്കാം. നിങ്ങൾക്കൊരു പക്ഷേ താല്പര്യമുണ്ടാകില്ല. മിൽട്ടൺ, ഇനി അങ്ങോട്ട് വളരെ ബിസി ദിവസങ്ങളായിരിക്കും. ഞങ്ങൾ മുൻപ് ഇത്തരം കിഡ്നാപ്പിംഗ്, ബ്ലാക്ക്മെയിലിംഗ് പരിപാടികളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസ്ക് നന്നായി അറിയാം. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾക്ക് 2 പേർക്കും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തുറന്നു പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ ബിസിനസ്? ഈ കുട്ടി സ്റ്റെല്ല എങ്ങനെ അതിൻ്റെ ഒരു പാർട്ടായി? എല്ലാം പറയാം. ആദ്യം നമുക്ക് സ്റ്റെല്ലയെ ഒന്ന് കാണാം. അവർ താഴത്തെ നിലയിൽ തന്നെയുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാതിലിലേക്ക് നടന്നു. വാതിൽ തുറന്നയുടനെ സ്റ്റെല്ല ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ? ആരാ ഇവിടെ ഉറക്കെ അലറി കരയുന്നത് കേട്ടത്? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് സ്റ്റെല്ല. നതാലിയ അവളെ സമാധാനിപ്പിച്ചു. മീറ്റ് മിസ്റ്റർ മിൽട്ടൺ ലൂയിസ്. സ്റ്റെല്ലയുടെ പപ്പയുടെ പരിചയക്കാരനാണ്. സ്റ്റെല്ലയെ നോക്കി നിർമേഷനായി നിൽക്കുകയായിരുന്നു അയാൾ. ചുണ്ടുകൾ ചെറുതായി വിതുമ്പുന്നുമുണ്ട്. ഡേവിഡും നതാലിയും അത്ഭുതപ്പെട്ടു. കരയാൻ വെമ്പി നിൽക്കുകയാണ് മിൽട്ടൺ. ആരും സംസാരിക്കാതെ കുറേ സമയം കടന്നുപോയി. ഒടുവിൽ, നീ ഇതിനെല്ലാം ഇടയിൽ വന്നുപെട്ടല്ലോ എൻ്റെ കുട്ടി. അയാൾ കണ്ണു തുടച്ചു. ആരാ നിങ്ങൾ? സ്റ്റെല്ലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അന്ന് രാത്രി 9 മണി. എടപ്പള്ളിയിലുള്ള പ്രഭാകരൻ്റെ വീട്. പുറത്ത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടൊയോട്ട ഫോർച്യൂണർ കാറിൽ. അതാണ് അയാളുടെ വീട്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഞാനിവിടെ കാത്തു നിൽക്കാം. സെക്യൂരിറ്റി ഗാർഡുണ്ട്, സൂക്ഷിക്കണം. ബിനീഷ് പറഞ്ഞു നിർത്തി. ആയിക്കോട്ടെ, എനിക്കധികം സമയം വേണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ്. ഞാൻ ഉടനെ വരാം. താങ്ക്സ് ബിനീഷ്. നിങ്ങളൊരു നല്ല സുഹൃത്താണ്. വാൾട്ടർ വെളിയിലേക്ക് ഇറങ്ങി ഗേറ്റിലേക്ക് നടന്നു. ഒരു പടുകൂറ്റൻ ബംഗ്ലാവാണത്. നിറയെ പലതരം അലങ്കാര ലൈറ്റുകളിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ പ്രകാശപൂരിതമാണ്. മെയിൻ ഗേറ്റിലേക്ക് നടന്നടക്കുന്ന അജാനബാഹുവായ വിദേശിയെ കണ്ടതും സെക്യൂരിറ്റി മുഖത്തേക്ക് ടോർച്ചടിച്ചു. ആരാ? മിസ്റ്റർ പ്രഭാകറില്ലേ? ഐ വാണ്ട് ടു സീ ഹിം. വാൾട്ടർ നേർവഴിയിൽ തന്നെ കാര്യം സാധിക്കാനുള്ള ശ്രമമാണ്. 1 മിനിറ്റ്. അയാൾ ഓടിച്ചെന്ന് തൻ്റെ ഓഫീസിൽ നിന്നും ഫോൺ ഡയൽ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ കർട്ടൻ മാറ്റി ഗേറ്റിലേക്ക് നോക്കുന്നത് കണ്ടു. വാൾട്ടർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. ഓക്കെ സാർ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഗേറ്റ് തുറന്നുകൊണ്ട് സെക്യൂരിറ്റി ചിരിച്ചു. തിരിഞ്ഞ് കാറിലേക്ക് നോക്കി തള്ളവിരൽ ഉയർത്തിക്കാട്ടി വാൾട്ടർ അകത്തേക്ക് നടന്നു. ഗേറ്റിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ദൂരെയാണ് വീട്. വഴിയെല്ലാം കരിങ്കല്ല് പാകിയിരിക്കുന്നു. ഇരുവശങ്ങളിലും പലയിനം പനകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു മനോഹര ഉദ്യാനം. കടന്നു ചെല്ലുന്നത് തന്നെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിനടിയിലൂടെയാണ്. ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാലത്തിലൂടെ നടന്നു വേണം വീടിൻ്റെ വരാന്തയിലേക്ക് കയറാൻ. വാൾട്ടർ അവിടെ എത്തിയപ്പോഴേക്കും പ്രഭാകരൻ വാതിൽ തുറന്നിരുന്നു. നിങ്ങളാരാ? അയാളുടെ മുഖമാകെ വിളറിപ്പോയി. ഞാൻ കരുതി. ആരാണെന്നാ കരുതിയത്?
വാൾട്ടർ പുഞ്ചിരിച്ചു. ആരാണ് വന്നിരിക്കുന്നതെന്ന് പ്രഭാകരന് ഒരു ഏകദേശ ധാരണയായി കഴിഞ്ഞിരുന്നു. ഗേറ്റിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ കരുതിയത് മിൽട്ടൺ എല്ലാം പറഞ്ഞു തീർക്കാൻ വന്നിരിക്കുന്നുവെന്നാണ്. ഞാൻ അകത്തേക്ക് വരട്ടെ? ആർ യു മിസ്റ്റർ വാൾട്ടർ? യെസ്, വാൾട്ടർ ലെവിൻ, മിൽട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാനും മിൽട്ടണും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ ഇടപാടുകളുമില്ല. അത് ഞാൻ അറിഞ്ഞു. അതിനൊന്നുമല്ല ഞാൻ വന്നത്. വേറൊരു കാര്യം പറയാനാണ്. മിൽട്ടൺ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയൊരു ബിസിനസ് പ്രപ്പോസൽ. ഒരിക്കലും നിങ്ങൾക്ക് നോ പറയാനാകില്ല അങ്ങനൊരു പ്രപ്പോസൽ. എന്തായാലും നാളെ നമുക്ക് എൻ്റെ ഓഫീസിൽ വെച്ച്. പറ്റില്ല, ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണം. നാളെ രാവിലെ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് പറയാനൊക്കില്ല. വാട്ട്? പ്രഭാകരൻ നെറ്റിച്ചുളിച്ചു. കമോൺ. സ്വന്തം വീട് പോലെ പ്രഭാകരൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് വാൾട്ടർ അകത്തേക്ക് കയറി. സ്വീകരണമുറിയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി അമ്പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കഷ്ടി 16 വയസ്സ് വരും. മിസ്റ്റർ പ്രഭാകരൻ്റെ മകളാണോ? വാൾട്ടർ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തലോടി. അവൾ അതേന്ന അർത്ഥത്തിൽ തലകുലുക്കി. എന്താ പേര്? രാധിക. എനിക്ക് അങ്കിളിനെ മനസ്സിലായില്ല. ഞാൻ വാൾട്ടർ ലെവിൻ. എൻ്റെ മകൾക്കും ഏതാണ്ട് രാധികയുടെ അതേ പ്രായമാണ്. മോളകത്തു പൊക്കോ, പ്രഭാകരൻ ഗൗരവത്തോടെ അവളോട് ആവശ്യപ്പെട്ടു. രാധിക പോയതും പ്രഭാകരൻ തൻ്റെ ഫോണിൽ ആരെയോ ഡയൽ ചെയ്യാൻ തുടങ്ങി. ഹേയ്! തൊട്ടു മുമ്പിൽ നിന്നാണ് വാൾട്ടർ അയാളെ വിളിച്ചത്. ആരെയാ വിളിക്കുന്നത്? ഈ മനുഷ്യൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് തൻ്റെ മുൻപിലെത്തിയെന്നായിരുന്നു പ്രഭാകരൻ്റെ സംശയം. അടുത്ത നിമിഷം ആ ഫോൺ വാൾട്ടറുടെ കയ്യിലായി. നമുക്ക് സംസാരിക്കാം. വാൾട്ടറുടെ സ്വരത്തിലെ സൗഹൃദഭാവം നഷ്ടമായിരുന്നു. തിരിച്ചൊന്നും പറയാനാവാതെ പ്രഭാകരൻ വിയർത്തു. മിൽട്ടൺ എവിടെ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ തെറ്റി. ശരി, സമ്മതിച്ചു. എൻ്റെ മകളെവിടെ? എനിക്കറിയില്ല മിസ്റ്റർ വാൾട്ടൺ. എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്? എല്ലാം എനിക്കറിയാം പ്രഭാകർ. എൻ്റെ മകളെ തട്ടിയെടുക്കുവാനായി ഡേവിഡ് ജോൺ എന്നൊരുത്തനെ കൊണ്ടുവന്നത് നിങ്ങളല്ലേ? എനിക്കങ്ങനെ ഒരാളെ അറിയുക കൂടിയില്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ശരി, അതും സമ്മതിച്ചു. മെത്തേൻഫെഡമീൻ എന്നൊരു മയക്കുമരുന്നിനെക്കുറിച്ച് അറിയാമോ നിനക്ക്? അയാളുടെ നടുക്കം വ്യക്തമായിരുന്നു. പറയൂ മിസ്റ്റർ പ്രഭാകർ. ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. വാൾട്ടറുടെ മുഖത്ത് അവജ്ഞ നിറഞ്ഞു. നിന്നെക്കൊണ്ട് ഇനി പ്രയോജനമില്ല. എനിക്കെന്നല്ല, ഈ ലോകത്തിന് തന്നെ. അയാൾ പിറുപിറുത്തു. നിങ്ങൾ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണിപ്പോൾ. നിന്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. എങ്ങനെയാണ് താൻ അത്രയും പറഞ്ഞതെന്ന് തന്നെ പ്രഭാകരന് മനസ്സിലായില്ല. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ ഇറങ്ങട്ടെ. വാൾട്ടറുടെ കണ്ണുകൾ കൂർത്തു വന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ. നീ മരിച്ചു ഇന്ന് രാത്രി. ആ വിവരം ഒന്നറിയിക്കാനാ ഞാൻ വന്നത്. ബാക്കി ഞാൻ ചോദിച്ചതിനൊന്നും നീ മറുപടി തരില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ മിസ്ഡയറക്ഷൻ എന്ന് നീ കേട്ടിട്ടില്ലേ? കൺകെട്ട്, അതാണ് ഇവിടെ നടന്നത്. എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. വാൾട്ടർ തിരിഞ്ഞു നടന്നപ്പോൾ തൻ്റെ തലമുടിയിലൂടെ വിരലൊടുക്കുകയായിരുന്നു പ്രഭാകരൻ. തല നന്നായി വേദനിക്കുന്നു. ആരോ മുടിയിൽ പിടിച്ചു വലിച്ച പോലെ. വാൾട്ടർ പുറത്തേക്കിറങ്ങി സാവധാനം ഡ്രൈവ് വേയിലൂടെ നടന്ന് ഗേറ്റ് കടന്ന് റോഡിലെത്തി. പ്രഭാകരൻ മുറ്റത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വാൾട്ടർ തൻ്റെ വിരലുകൾ സ്വന്തം കണ്ണിലേക്കും പിന്നെ അയാൾക്കു നേരെയും ചൂണ്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് നടന്നു. തിരിച്ച് വീടിനുള്ളിലേക്ക് കയറിയ പ്രഭാകരൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. വാൾട്ടർ തന്നെ ഹിപ്നോട്ടിസ് ചെയ്തോ? പപ്പാ? രാധികയുടെ സ്വരം അയാളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. എവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോ? അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. സംഭവബഹുലമായിരുന്ന ആ ദിവസം അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ 6 മണി. ഹോട്ടൽ ബ്രൈറ്റൺ ഇന്റർനാഷണൽ, കൊച്ചി. മാർഗരറ്റ് അല്പം മുമ്പ് മാത്രമാണ് ഒന്ന് കണ്ണടച്ചത്. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനാവാതെ അവർ അസ്വസ്ഥയായി മുറിയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയായിരുന്നു. വാൾട്ടർ പക്ഷേ പ്രഭാകരന്റെ വീട്ടിൽ നിന്നും മടങ്ങിയെത്ത ഉടനെ നന്നായി ഒന്ന് കുളിച്ചതിന് ശേഷം ബെഡിലേക്ക് വീണതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ശാന്തനായി അയാൾ ഉറങ്ങി. എന്തുകൊണ്ടോ സ്റ്റെല്ലയെ ഓർത്തുള്ള അയാളുടെ ഭയം മാറിയിരുന്നു. മിൽട്ടണാണ് അവളെ തട്ടിക്കൊണ്ടുപോയെന്നറിഞ്ഞതുകൂടി വാൾട്ടർ ശാന്തനായി. എന്നാൽ മാർഗരറ്റിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. ഉറക്കം തുടങ്ങിയതും അവർ അസ്വസ്ഥയായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങി. എന്തോ ദുസ്വപ്നം കാണുന്നുണ്ടെന്ന് ഉറപ്പ്. അവരുടെ ഉറക്കെ അലറിയുള്ള കരച്ചിൽ കേട്ടാണ് വാൾട്ടർ എഴുന്നേറ്റത്. തൻ്റെ കഴുത്തിന് പിറകിൽ മുതുകിൽ കൈയമർത്തിയാണ് അവർ നിലവിളിച്ചിരുന്നത്. അയാൾ ചാടി എഴുന്നേറ്റു. മാഗി, എഴുന്നേൽക്ക്,
ഒന്നുമില്ല, ഒക്കെ സ്വപ്നമാണ്. വാൾട്ടർ മാർഗരറ്റിൻ്റെ മുഖം നെഞ്ചോട് ചേർത്തു. ഒന്നുമില്ല മാഗി, എവറിത്തിങ് ഈസ് ഫൈൻ. അയാൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്ന മാഗി കുറേ നേരം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. വാൾട്ടർ അവരുടെ നെറുകയിലൂടെ തൻ്റെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താനിരുന്ന നൈറ്റ് ഗൗണിനുള്ളിലൂടെ മാഗി മുതുകത്ത് കൈയെത്തിക്കാൻ ശ്രമിച്ചു. മാഗി, വാൾട്ടർ ഗൗരവത്തിലായി. എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞില്ലേ? നീ സ്വപ്നം കണ്ടതാണ്. പക്ഷേ പെട്ടെന്നാണ് വാൾട്ടർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. മാഗിയുടെ പുറംഭാഗം ചോരയിൽ കുതിർന്നിരിക്കുന്നു. ഓ മായ്! അയാൾ ചാടി എഴുന്നേറ്റ് ആ ഗൗൺ വലിച്ചൂരിയെറിഞ്ഞു. കമിഴ്ന്നു കിടക്കൂ മാഗി, അയാൾ ആവശ്യപ്പെട്ടു. വിതുമ്പിക്കൊണ്ട് മാഗി അയാൾ പറഞ്ഞത് അനുസരിച്ചു. വാൾട്ടറുടെ മടിയിൽ തലവെച്ച് കമിഴ്ന്നു കിടന്ന മാർഗരറ്റിന്റെ നഗ്നമായ പുറംഭാഗത്ത് കൃത്യം നടുവിലായി നട്ടെല്ല് തുളച്ച് സൂക്ഷ്മനാനാടി തകർത്ത് കടന്നുപോയ ഒരു സുഷിരമുണ്ടായിരുന്നു. ഏതാണ്ട് 19 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വെടിയൊച്ച വാൾട്ടറുടെ കാതുകളിൽ വീണ്ടും ഒരിക്കൽ കൂടി മുഴങ്ങി. അന്ന് തൻ്റെ വയറിൽ വളരുന്ന കൊച്ചു സ്റ്റെല്ലയെ താങ്ങിപ്പിടിച്ച് മുൻപോട്ടാഞ്ഞു വീഴുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയത് ഒരിക്കൽ കൂടി അയാളുടെ കൺമുൻപിൽ തെളിഞ്ഞു. മാഗി! വാൾട്ടറുടെ സ്വരത്തിൽ ഒരു തേങ്ങലിൻ്റെ നനമുണ്ടായിരുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല, ഉറപ്പാണത്. വാൾട്ടർ, പ്ലീസ്, നമുക്കെല്ലാം അവസാനിപ്പിക്കാം. മിൽട്ടനോട് ഞാൻ എന്നേ ക്ഷമിച്ചു കഴിഞ്ഞു. അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എത്രയോ വർഷങ്ങളായി അവൻ മരണം കാത്തു കഴിയുന്നു. അതിലും വലിയൊരു ഭയം വേറെയുണ്ടോ? ഒരുപക്ഷെ അവന് മാപ്പ് കൊടുത്താൽ അവനൊരു നല്ല മനുഷ്യനായി കൂടായുകയുമില്ല. അയാളിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. അതുമാത്രം നീ ഒന്ന് പറയല്ലേ മാഗി, പ്ലീസ്. ഇപ്പോൾ അവനെ ഞാൻ കൊല്ലുന്നത് എനിക്കോ നിനക്കോ വേണ്ടിയല്ല, ഈ ലോകത്തിന് ഒന്നടങ്കം വേണ്ടിയാണ്. എല്ലാം അറിഞ്ഞിരുന്നിട്ടും അവനെ ഇനി ജീവിക്കാൻ അനുവദിച്ചാൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന കൊടും വഞ്ചനയായിരിക്കും. മാഗി ഒന്നും പറയാതെ അയാളുടെ മടിയിലേക്ക് മുഖം പൊഴുത്തി. ആ രക്തമെല്ലാം എവിടെയോ പോയി മറിഞ്ഞിരുന്നു. മുറിവിൻ്റെ പാട് മാത്രം അവിടെ അവശേഷിച്ചു. ഇതോടുകൂടി നമുക്കെല്ലാം അവസാനിപ്പിക്കാം. സ്റ്റെല്ലയോട് നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. പിന്നീട് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ തീരുമാനിക്കട്ടെ. മാഗി തലകുനിക്കി. എന്നായാലും നമ്മളൊക്കെ മരിച്ചു പോകും മാഗി. ജീവിച്ചിരിക്കുമ്പോഴേ എന്തെങ്കിലും ചെയ്യാനൊക്കും. നമ്മളെ കൊണ്ടാകുന്ന ഉപകാരം നമ്മൾ ചെയ്യണം. അന്ന് നിനക്ക് നേരെ നിറയൊഴിച്ച് അവൻ പുറകിൽ നിൽക്കുമ്പോൾ ഞാൻ നിസ്സഹായനായിരുന്നു. എൻ്റെ ജീവിതം തീർന്നെന്നാണ് ഞാൻ കരുതിയത്. നീയില്ലാതൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു മാഗി. പക്ഷേ ഇന്നങ്ങനെയല്ല. എനിക്കവനെ സ്റ്റോപ്പ് ചെയ്യാനാകും. നമ്മളിത് ചെയ്യുക തന്നെ വേണം, നമ്മുടെ മോളടക്കമുള്ള വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി. വാൾട്ട്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് വേണമെങ്കിലും ചോദിക്കൂ. വാൾട്ടർ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഇന്നലെ എനിക്ക് ഉറങ്ങാനായില്ല. മനസ്സിലാകെ വല്ലാത്ത ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ കോട്ട് ധരിച്ച് പുറത്തേക്കിറങ്ങി. വാൾട്ടറുടെ മുഖം മാറി. അയാൾ പെട്ടെന്ന് താൻ കോട്ട് തൂക്കിയിട്ടിരുന്ന ഹാങ്ങറിലേക്ക് നോക്കി. നിനക്കെന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ മാഗി? ഒറ്റയ്ക്കൊക്കെ പുറത്ത്, പരിചയമില്ലാത്ത സ്ഥലത്ത്. മാർഗരറ്റ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അലമാര തുറന്ന് അതിനുള്ളിൽ ഒരു ഡ്രോവറിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഒരു ഫോട്ടോ എടുത്ത് വാൾട്ടറെ ഏൽപ്പിച്ചു. ഇതിന്നലെ എനിക്ക് നിങ്ങളുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. പ്രഭാകരൻ്റെ കുടുംബ ഫോട്ടോയിലേക്ക് നോക്കി വാൾട്ടർ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. മാഗി, വാൾട്ടറുടെ തല താഴ്ന്നിരുന്നു. ഈ മനുഷ്യൻ്റെ പേര് പ്രഭാകരൻ ഇടത്തറ. മിൽട്ടനേക്കാൾ അപകടകാരിയായ മറ്റൊരു ക്രിമിനൽ. അവർ രണ്ടുപേരും ചേർന്ന് ഇവിടെ മെത്ത് മാർക്കറ്റ് ഉണ്ടാക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ നിനക്കറിയാമോ, അയാളുടെ ക്രൂരത കണ്ട് സാക്ഷാൽ മിൽട്ടൺ പോലും ഇയാളുമായി തല്ലിപ്പിരിഞ്ഞു. 16 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിയാണിവൻ. വാൾട്ടർ പല്ലിഞ്ഞെരിച്ചു. ഇവിടെ പോലീസില്ലേ വാൾട്ടർ? ഈ രാജ്യത്തിന് സ്വന്തം നിയമവ്യവസ്ഥയില്ലേ? നിങ്ങൾ ഇതിലെന്തിന് ഇടപെടണം? മാഗിയുടെ മുഖത്ത് ദേഷ്യത്തിനേക്കാളേറെ സങ്കടമായിരുന്നു. നിങ്ങളുടെ പപ്പ പറഞ്ഞത് ഓർമ്മയില്ലേ? വൂഡു നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളേറെ സ്നേഹിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ സ്റ്റെല്ല. മാഗി സ്വന്തം വായ് പൊത്തി. സ്റ്റെല്ലയ്ക്കൊരു അപകടമുണ്ടാകില്ല, നിനക്കും അതറിയാം. ഒരു പരിധിയിൽ കൂടുതൽ ഞാനുമായി അവൾ അടുക്കാതിരിക്കാൻ ഞാൻ ചെറുപ്പം മുതലേ ശ്രദ്ധിച്ചിരുന്നു. എന്നെ വെറുക്കുന്നുണ്ടവൾ, അതാണ് എൻ്റെ ശക്തി. ഞാൻ എന്തൊക്കെ ചെയ്താലും എന്നെ അല്പമെങ്കിലും വെറുക്കുന്നിടത്തോളം കാലം അവൾ സുരക്ഷിതയാണ്. സോ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. പോലീസിന് ഒരവസരം കൊടുക്കാം മാഗി. ഇവിടെ കുറേ മിടുക്കന്മാരായ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഇന്നലത്തെ ദിവസം മുഴുവൻ ഞാൻ അവരിൽ ചിലരെയൊക്കെ പിന്തുടരുകയായിരുന്നു, അവരറിയാതെ.
നമുക്ക് നോക്കാം. പ്രഭാകരനെ ഇന്നലെ രാത്രി തന്നെ ഇല്ലാതാക്കണമെന്ന് കരുതിയാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ വാൾട്ടറുടെ മുഖം താണു. അയാൾക്കൊരു മോളുണ്ട്, രാധിക, സ്റ്റെല്ലയുടെ പ്രായം. ഇതാണ് ഞാൻ പറഞ്ഞത്. യാതൊരു തെറ്റ് ചെയ്യാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കാരണം തീരാ ദുഃഖത്തിലാവുക. എനിക്കറിയാം മാഗി. വാൾട്ടർ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനായി താഴേക്കിറങ്ങാൻ തയ്യാറാവുകയായിരുന്നു അവരിരുവരും. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. പീപ്പ് ഹോളിലൂടെ നോക്കിയ വാൾട്ടർ വന്നിരിക്കുന്ന ആളെ കണ്ട് അമ്പരന്നു. സർക്കിൾ ഇൻസ്പെക്ടർ മാത്യൂസ് തരകൻ. വാതിൽ തുറന്ന വാൾട്ടർ അല്പനേരം ഒന്നും മിണ്ടാതെ മാത്യൂസിന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. ഒടുവിൽ കടന്നുവരൂ ബ്രദർ. വാൾട്ടർ തിരിഞ്ഞു നടന്നു. മാഗി, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. ഹലോ മിസ്റ്റർ മാത്യൂസ്. മാർഗരറ്റ് ഹസ്തദാനത്തിനായി കൈനീട്ടി. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ എന്നൊന്നും ചോദിച്ച് കൂടുതൽ ഉപചാരത്തിനൊന്നും നിൽക്കുന്നില്ല. 2 പ്രശ്നങ്ങളുണ്ട്. എനിക്ക് നിങ്ങളുടെ പൂർണ്ണ സഹകരണം വേണം. പുറത്ത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ നിൽക്കുന്നുണ്ട്. അയാളെ കൂടി വിളിക്കട്ടെ? തീർച്ചയായും. വാൾട്ടറിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി വന്ന SI ശിവാനന്ദന്റെ മുഖമാകെ ഉറക്കക്ഷീണം വ്യക്തമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുകയാണ് അയാൾ എന്ന് തോന്നി. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം. ഞാൻ ചോദിച്ചോളാം, മാത്യൂസ് ശിവന്റെ ചെവിയിൽ പറഞ്ഞു. ഓക്കെ വാൾട്ടർ, 2 കാര്യങ്ങൾ. 1, തൻ്റെ മകൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. വാൾട്ടർ ഞെട്ടി മുഖമുയർത്തി. 2, രണ്ടാമത്തത് അവിടെ നിൽക്കട്ടെ. സ്റ്റെല്ല എവിടെയാണെന്നാണ് പറഞ്ഞത്? വാൾട്ടർ ഇടയ്ക്ക് കയറി. സ്റ്റെല്ല നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ മിൽട്ടൺ ലൂയിസിനൊപ്പം പിറവം എന്നൊരു സ്ഥലത്തുണ്ട് എന്ന് കരുതുന്നു. വാൾട്ടറിന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞത് കണ്ട് മാത്യൂസ് അമ്പരന്നു. ഇന്നലെ സ്റ്റെല്ലയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം ഞങ്ങൾക്ക് കിട്ടി. ആ ബോട്ട് ജെട്ടിയിലെ CCTV ക്യാമറയിൽ നിന്ന്. വളരെ ക്ലിയർ പിക്ചറായിരുന്നു. ഞങ്ങളത് ഡാറ്റാബേസിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു മിസ്റ്റർ ഡേവിഡ് ജോൺ, അല്ലെങ്കിൽ മിസ്റ്റർ ജോമോൻ അബ്രഹാം, അതുമല്ലെങ്കിൽ വരുൺ ദാസ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണെന്ന് മനസ്സിലായി. ആ ഫോട്ടോയുടെ ഒരു കോപ്പി എനിക്ക് തരുമോ? ആരും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് വാൾട്ടർ ചോദിച്ചത്. മാത്യൂസിന്റെ മുഖത്ത് ചിരി പടർന്നു. എന്താ മാത്യൂസ് ചിരിക്കുന്നത്? വാൾട്ടറിന് മനസ്സിലായില്ല. ഞാൻ ബാക്കി പറയട്ടെ വാൾട്ടർ. മാത്യൂസ് ഗൗരവം വീണ്ടെടുത്തു. മിസ്റ്റർ മിൽട്ടൺ താമസിച്ചിരുന്ന സനാതന എന്ന റിസോർട്ടിന്റെ പുറത്ത് നമ്മളൊരു അണ്ടർ കവർ ഓഫീസറെ നിർത്തിയിരുന്നു. അയാളുടെ റിപ്പോർട്ട് പ്രകാരം മിസ്റ്റർ മിൽട്ടണും സനാതന ഓണർ പ്രഭാകരനും തമ്മിൽ റിസോർട്ടിന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയോ തർക്കം നടക്കുകയും മിൽട്ടൺ റിസോർട്ട് വിട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഉടൻ തന്നെ നമ്മുടെ ഷാഡോ പോലീസ് വിംഗ് മിൽട്ടനെ സ്പോട്ട് ചെയ്ത് പിന്തുടരാൻ ആരംഭിച്ചു. അങ്ങനെ ഇന്നലെ വൈകിട്ട് മിൽട്ടൺ പ്രഭാകരന്റെ വീടിന് മുമ്പിൽ നിന്ന് ഒരു BMW കാറിൽ കയറി പോകുന്നതായി അവർ വിളിച്ചു പറഞ്ഞു. പിന്നീട് ആ കാറിനെ ട്രേസ് ചെയ്ത് അവരറിയാതെ നമ്മുടെ 3 സ്റ്റേഷനുകളിലെ പോലീസുകാർ സഹകരിച്ച് നടത്തിയ കമ്പൈൻഡ് ഓപ്പറേഷനിലാണ് പിറവം എന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ട ഈ വീട്ടിലേക്കാണ് കാർ ചെന്നതെന്ന് കണ്ടെത്തുന്നത്. ആ കാർ ഡേവിഡിൻ്റേതാണെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. വാവ്, ഗുഡ് പോലീസ് വർക്ക്. വാൾട്ടർ അറിയാതെ അവരെ അഭിനന്ദിച്ചു പോയി. ഓക്കെ, ഒരു സംശയം വാൾട്ടർ. തീർച്ചയായും. സ്വന്തം മകളെ മിൽട്ടനെ പോലെ ഒരാൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടിട്ടും താങ്കളിങ്ങനെ കൂസലില്ലാതെ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം മിൽട്ടൺ അവളെ ഉപദ്രവിക്കില്ല എന്നെനിക്കറിയാം. അതുതന്നെ. എന്തുകൊണ്ട്? ചോദിച്ചത് ശിവാനന്ദനാണ്. സോറി, ഞാൻ ശിവാനന്ദ്. നേരത്തെ പരിചയപ്പെട്ടിട്ടില്ല നമ്മൾ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ കേസിൽ എനിക്ക് പോലീസിന്റെ സഹായം വേണ്ടെന്ന്. കാരണം മിൽട്ടണും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാനാകില്ല. വാൾട്ടർ എഴുന്നേറ്റു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ വിഷയമല്ല വാൾട്ടർ. മാത്യൂസും എഴുന്നേറ്റ് നിന്നു. മെത്തൈൻ ഫെഡമീൻ, അതാണ് എൻ്റെ വിഷയം. ഇനി എൻ്റെ നാട്ടിൽ ആ സാധനം ഒരാളുടെ കയ്യിലും എത്തിപ്പെടരുത്. അതെനിക്ക് ഉറപ്പുവരുത്തിയേ തീരൂ. ട്രസ്റ്റ് മീ മിസ്റ്റർ വാൾട്ടൺ. ധാരാളം മയക്കുമരുന്നുകൾ സുലഭമായി കിട്ടുന്ന ഒരിടമാണ് കൊച്ചി. അതിനിടയിലേക്ക് ഈ ഫോറിൻ പ്രൊഡക്റ്റ് കൂടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. വാൾട്ടർ നിർനിമേഷനായി മാത്യൂസിനെ തന്നെ നോക്കി കുറച്ചു നേരം. മാത്യൂസ് തരകൻ എന്ന ഈ ഇൻസ്പെക്ടറെ പൂർണ്ണമായും വിശ്വസിക്കാം എന്നയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരാളാണ് ഇതെന്ന് അയാൾ ചിന്തിച്ചു. മാത്യൂസ്, വളരെ ഗൗരവമേറിയ ശബ്ദത്തിൽ വാൾട്ടർ സംസാരിച്ചു തുടങ്ങി. തനിക്കറിയാമോ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഡിറ്റക്റ്റീവ് വാൾട്ടർ ലെവിൻ. ദാ ഈ ഇരിക്കുന്ന എൻ്റെ ഭാര്യ മാഗി. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഡിറ്റക്റ്റീവ് മാർഗരറ്റ് ബെഡ്ലി ആയിരുന്നു.
നിങ്ങൾ രണ്ടുപേരെയും പോലെ മെത്തൻഫെഡമിൻ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന 2 യങ് പോലീസ് ഓഫീസേഴ്സ്. മാത്യൂസിൻ്റെ കണ്ണുകൾ വിടർന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ നിങ്ങൾ മിൽട്ടണുമായുള്ള എൻ്റെ പരിചയത്തിന് എൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട് മാത്യൂസ്. അവൻ എൻ്റെ എല്ലാമായിരുന്ന കൂട്ടുകാരനായിരുന്നു. ഒരിക്കലും പിരിയില്ല എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച ബാല്യ സൗഹൃദം. ഒരേ സ്കൂളിൽ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വളർന്ന് ഒടുവിൽ ആർമിയിൽ ചേരാൻ നേരത്ത് മാത്രം എല്ലാം തെറ്റി. അവൻ്റെ പപ്പ അറസ്റ്റിലായി. എന്തായിരിക്കും കേസെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവൻ്റെ പപ്പ റോഡ്രിഗോ ലൂയിസ് ഒരു ക്ലേ ഫാക്ടറിയുടെ മറവിൽ മെത്തൻഫെഡമിൻ കുക്ക് ചെയ്യുകയായിരുന്നു. വർഷങ്ങളോളമായ ബിസിനസ്. ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല. ഒടുവിൽ DEA അയാളെ പൂട്ടി. 3 കൊല്ലം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ. പക്ഷേ അതിനേക്കാളേറെ എന്നെ വേദനിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. മാത്യൂസ് വാൾട്ടറെ തന്നെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണ്. ഈ ദ്രോഹി മിൽട്ടൺ ഇതെല്ലാം അറിയാമായിരുന്നു. എല്ലാത്തിൻ്റെയും പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് അവനായിരുന്നു. ഒരാൾ പോലും അറിയാതെ, എന്തിന് ഞാൻ പോലും അറിയാതെ അവനത് മറച്ചു വെച്ചു. ഈ സമയം ശിവാനന്ദൻ്റെ ഫോൺ ബെല്ലടിച്ചു. സാർ, സാബുവാണ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്ത് മുറിയുടെ അറ്റത്തേക്ക് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. വാൾട്ടർ, തുടരൂ. മാത്യൂസ് ആകാംക്ഷാഭരിതനായിരുന്നു. ഈ കേസിൻ്റെ തുടക്കം മുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണിതൊക്കെ. ഞാൻ പിന്നെ അവനെ വെയിറ്റ് ചെയ്തില്ല. മിലിറ്ററിയിൽ എൻറോൾ ചെയ്തു. വിയറ്റ്നാമിലേക്കായിരുന്നു ആദ്യത്തെ അസസ്മെൻറ്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യുദ്ധമല്ല കേട്ടോ. ഇത് വേറൊരു മിലിറ്ററി പോലീസ് ആക്ഷൻ. പുറത്തു പറയാനൊക്കില്ല. ആയിക്കോട്ടെ വാൾട്ടർ. മാത്യൂസിന് അയാളോട് ബഹുമാനം തോന്നി തുടങ്ങിയിരുന്നു. 3 വർഷത്തെ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഞാൻ പോലീസിൽ ജോയിൻ ചെയ്തു. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് എൻ്റെ പപ്പ പോലീസിൽ നിന്ന് റിട്ടയർ ആയത്. അദ്ദേഹം ലൂസിയാനയിലേക്ക്, ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് താമസം മാറി. അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും ഒപ്പം കൂടി. താങ്കളെ കേരള പോലീസ് വിളിക്കുന്നത് മാൻ ഫ്രം ലൂസിയാന എന്നാണ്. മാത്യൂസ് ചിരിച്ചു. ലൂസിയാനയിൽ ന്യൂ ഓർലാൻഡ്സിലെത്തി അവിടെ ഫോഴ്സിൽ ചേർന്ന് ഡിറ്റക്റ്റീവ് ടെസ്റ്റൊക്കെ എഴുതി പ്രൊമോഷനൊക്കെ ആയി സാമാന്യം നല്ല ഓഫീസർ എന്നൊക്കെ പേരെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കൊരു പാർട്ട്ണറെ ഏർപ്പാടാക്കി തന്നത്. വാൾട്ടറുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. മാർഗരറ്റ് ബെന്റ്ലി, ദാ ഈ ഇരിക്കുന്ന എൻ്റെ മാഗി. ആഹാ! വാൾട്ടറുടെ ചിരി മാത്യൂസിലേക്കും പടർന്നു. ഇനി ഈ കഥ പറയേണ്ടത് മാഗിയാണ്. പക്ഷേ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. വാൾട്ടർ പറഞ്ഞു നിർത്തി. മതി പഴയ കഥകൾ പറഞ്ഞത്. മാഗി പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഓ, വേറൊരു കാര്യം ഞാൻ വന്നപ്പോൾ മുതൽ ചോദിക്കണമെന്ന് കരുതിയതാണ്. നിങ്ങൾക്ക് ശരിക്ക് വീൽചെയർ ആവശ്യമില്ലേ മാഡം? ആ ബോട്ട് ജെട്ടിയിലെ പോലീസുകാരും പറഞ്ഞു നിങ്ങൾക്ക് നടക്കാൻ യാതൊരു പ്രശ്നവുമില്ലെന്ന്. ശിവാനന്ദ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയിരുന്നു. വാൾട്ടർ പൊട്ടിച്ചിരിച്ചു. അതും ഈ കഥയിലെ ഒരു അധ്യായമാണ്. അതൊക്കെ ഇരിക്കട്ടെ. എന്താണ് രണ്ടാമത്തെ കാര്യം? നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് 2 കാര്യങ്ങളുണ്ടെന്നല്ലേ? ഓക്കെ. മാത്യൂസിൽ നിന്നും ദീർഘനിശ്വാസം ഉയർന്നു. നിങ്ങൾക്ക് മിസ്റ്റർ ബിനീഷ് അഥവാ ഗുണ്ടാ ബിനുവുമായി എന്താണ് ബന്ധം? സുഹൃത്താണ്, പഴയ പരിചയം. അയാൾ ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരാളാണെന്നറിയാമോ? അതായത് ഗുണ്ടാ ലിസ്റ്റ് എന്ന് വെച്ചാൽ ആ ലിസ്റ്റൊക്കെ എന്താണെന്നൊക്കെ എനിക്കറിയാം മാത്യൂസ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് അയാൾ വെറുമൊരു സുഹൃത്ത് മാത്രം. പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ഒരു കൈസഹായത്തിനൊരാൾ. ഇന്നലെ രാത്രി നിങ്ങൾ 2 പേരും മിസ്റ്റർ പ്രഭാകരൻ എടത്തറ എന്നൊരാളുടെ വീട്ടിൽ പോയിരുന്നു. ഉവ്, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മിൽട്ടൺ സനാതനയിലാണ് താമസിച്ചിരുന്നതെന്ന്. ഞാൻ മിൽട്ടനെ അന്വേഷിച്ച് പോയതാണ്. അത് ശരി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മുൻപേ അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറേയൊക്കെ. പക്ഷേ ഈ ഡേവിഡ് ജോൺ എന്ന പേര്, പിന്നെ സ്റ്റെല്ലയെ കൊണ്ടുപോയി താമസിച്ചിരുന്ന സ്ഥലം, അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, എന്തായാലും മിസ്റ്റർ പ്രഭാകരൻ താങ്കൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രി അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതായും അയാളെയും മകളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും ഒക്കെ പറഞ്ഞു. വാട്ട്? കള്ളമാണെന്ന് ഞങ്ങൾക്കറിയാം വാൾട്ടർ. അതയാളുടെ സ്ഥിരം സ്വഭാവമാണ്. പക്ഷേ പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നടപടിയെടുത്തേ പറ്റൂ. അയാൾ പോലീസ് സൂപ്രണ്ടിനാണ് പരാതി കൊടുത്തത്. ആഹാ, അപ്പോൾ നിങ്ങൾക്കെന്നെ അറസ്റ്റ് ചെയ്യണോ? അതല്ലേ രസം. യാതൊരു കാരണവശാലും താങ്കളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് മറ്റൊരു ഓർഡറും കൂടിയുണ്ട്. ആഹാ, ഈ പ്രഭാകരൻ എന്ന ആളെപ്പറ്റി താങ്കൾക്ക് വേറെ എന്തൊക്കെ അറിയാം? ചോദിച്ചത് ശിവാനന്ദനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല സുഹൃത്തെ. എന്നാലും പറയാം. ഈ പ്രഭാകരൻ എന്നയാളാണ് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന
മെത്തേൻഫെഡമീൻ്റെ കേരളത്തിലെ റീറ്റെയിലർ. മാത്യൂസും ശിവാനന്ദനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. മിസ്റ്റർ വാൾട്ടർ, നമ്മളെല്ലാവരും അപ്പോൾ സെയിം പേജിൽ തന്നെയാണ്. എങ്ങനെ ഈ സാധനം ഇന്ത്യയിൽ എത്തിയെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ തെളിയിക്കാനായി ഒന്നും കയ്യിലില്ലാതെ നിസ്സഹായരായി നിൽക്കുകയാണെന്ന് മാത്രം അല്ലേ? നമ്മളെല്ലാവരും നിസ്സഹായരല്ല. വാൾട്ടറുടെ സ്വരം ഉറച്ചതായിരുന്നു. ഞാൻ അന്നേ മാത്യൂസിനോട് പറഞ്ഞിരുന്നു, വെറും 2 മിനിറ്റ് എനിക്ക് മിൽട്ടൻ്റെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാൽ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു തരാമെന്ന്. മാത്യൂസ് വീണ്ടും നോക്കി. ശിവാനന്ദിൻ്റെ മുഖത്ത് ഒരു പരിഹാസ ചിരിയുണ്ടായിരുന്നു. ചിരിച്ചോളൂ ശിവാനന്ദ്, പക്ഷേ ട്രസ്റ്റ് മീ, ഈ ഒരവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ ആകെയുള്ള ഒരു വഴി ഞാൻ മാത്രമാണ്. ജസ്റ്റ് ടേക്ക് മീ ടു മിൽട്ടൺ. അവൻ എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് കീഴടങ്ങും. അവൻ്റെ മൊഴി വെച്ച് നിങ്ങൾക്ക് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യാം. അതെങ്ങനെ സാധിക്കും വാൾട്ടർ? നിങ്ങൾക്കെന്താ വല്ല അത്ഭുത സിദ്ധിയുമുണ്ടോ? ശിവാനന്ദിൻ്റെ ചിരി ഉച്ചത്തിലായി. എങ്ങനെയെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സ്വയം കുഴിയിൽ ചാടാനൊന്നും ഞാനില്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എനിക്കിങ്ങനൊരു അവസരമുണ്ടാക്കി തരൂ, ഞാൻ കാണിച്ചു തരാം. വാൾട്ടർ പൂർണ്ണ ഗൗരവത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ വന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. സ്റ്റെല്ല സേഫാണെന്ന് നിങ്ങൾക്കുറപ്പാണ്. ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അതെ, ഉടൻ തന്നെ മിൽട്ടൺ എന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഡീൽ ചെയ്തോളാം. ഇനി നിങ്ങൾ ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് പണി എളുപ്പമായി. ഈ പ്രഭാകരനെ ഇനി താങ്കൾ കാണാൻ പോവുകയാണെങ്കിൽ ദയവായി അറിയിക്കുക. ഇനിയും ഒരു പരാതി കൂടി കിട്ടിയാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല ഞങ്ങൾക്ക്. പ്രഭാകരനെ ഇനിയൊരിക്കലും കാണേണ്ട കാര്യമില്ല എനിക്ക്. എന്നെ സംബന്ധിച്ച് അയാൾ മരിച്ചു കഴിഞ്ഞു. ആ പറഞ്ഞത് മാത്യൂസിനും ശിവാനന്ദിനും മനസ്സിലായില്ല. എങ്കിലും അവർ കൂടുതലൊന്നും ചോദിക്കാതെ പുറത്തേക്കിറങ്ങി. താഴെ എത്തിയതും മാത്യൂസിന് ഓർമ്മ വന്നു. എന്താ തനിക്ക് നേരത്തെ ഒരു കോൾ വന്നത്? സാബു എന്തിനാ വിളിച്ചത്? ഓ, അത് പറയാൻ വിട്ടുപോയല്ലോ. സാബു ആണ് പിറവത്തെ ആ വീട് വാച്ച് ചെയ്യുന്നത്. അവർ അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും ബൈനോക്കുലറിലൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞത് ഡേവിഡ് ജോൺ 2 വലിയ ബാഗുകളും വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും പോയത്രേ. ബാഗുകൾ കണ്ടിട്ട് ഡെഡ് ബോഡീസ് പോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ വാൾട്ടറെ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതി മിണ്ടിയില്ല എന്നേ ഉള്ളൂ. ഡെഡ് ബോഡീസോ? അതാണ്. ഞാനിനി നേരെ പിറവത്തേക്ക് വിടുകയാണ് സാർ. ആയിക്കോട്ടെ, എനിക്കൊരല്പം പണിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വേറൊരു പിശാച് കൂടി ലാൻഡ് ചെയ്യുന്നുണ്ട് അത്രേ. ഒരു FBI ഏജന്റ്, മിസ്റ്റർ ഫോക്സ് ട്രൈഡർ. ശിവാനന്ദ് താടിക്ക് കൈകൊടുത്ത് നിന്നുപോയി. ഇവന്മാരൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാത്ത വേറെ എന്തോരം സ്ഥലങ്ങളുണ്ട്. അവർ രണ്ടുപേരും വെവ്വേറെ വണ്ടികളിലായിരുന്നു. മാത്യൂസ് ബേസ്മെന്റിലെ പാർക്കിങ്ങിൽ നിന്നും വണ്ടിയെടുത്ത് ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്നും വെളിയിലിറങ്ങിയപ്പോഴാണ് പാസഞ്ചർ സീറ്റിൽ ഒരു എൻവലപ്പ് കണ്ടത്. റോഡിലേക്കിറങ്ങി അയാൾ സൈഡ് ഒതുക്കി ആ കവർ തുറന്നു. വൃത്തിയായ കൈപ്പടയിൽ എഴുതിയ ഒരു ലെറ്ററാണ്. ഇംഗ്ലീഷിലാണ്. മിസ്റ്റർ മാത്യൂസ്, കേരള പോലീസിന് ഒരു സമ്മാനം. ഒന്ന് പുറകോട്ട് നോക്കുക. അവരെ ഒന്ന് നന്നായി പെരുമാറിയാൽ പ്രഭാകരനെ പൂട്ടാനുള്ള വഴി തെളിയും. സ്വന്തം നതാലിയ. വായിച്ചു തീർന്നതും മാത്യൂസ് ഞെട്ടി പുറകിലേക്ക് നോക്കി. 2 വലിയ ചാക്കുകൾക്കുള്ളിൽ പിടയുന്ന മനുഷ്യരൂപങ്ങൾ. ശ്വാസത്തിന് മാത്രം 2 ദ്വാരങ്ങളുണ്ട്. ഞെട്ടിപ്പോയ മാത്യൂസ് ഉടൻ തന്നെ ഫോണെടുത്ത് ശിവാനന്ദിനെ ഡയൽ ചെയ്തു. പക്ഷേ 3 പ്രാവശ്യം തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എൻഗേജ്. ഷിറ്റ്, എന്നാ സാറേ വണ്ടിയിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ടല്ലോ. വഴിയാത്രക്കാരിൽ ഒരാൾ അടുത്തു വന്നു. നിന്റെ അമ്മേനെ കുഴിച്ചിട്ടേക്കുക, വിട്ടുപോടാ. മാത്യൂസിന് കലിയായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അടുത്ത നിമിഷം ആ ബൊലേറോ കുതിച്ചു പാഞ്ഞു. ശിവാനന്ദ് വണ്ടിയിൽ കയറിയതും ഫോൺ അടിച്ചു. ഹലോ. ഹായ് സാർ. സ്വരം കേട്ടതും ശിവാനന്ദിന്റെ മനസ്സിൽ അവളുടെ മുഖം തെളിഞ്ഞു. വിനോദിന്റെ മിസ്റ്റർ ലേഡി, സനാതനയിലെ മാനേജർ പാർവതി. ആരാ? എന്താ വേണ്ടത്? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി പറയാം സാർ. 2000-ന്റെ പുതിയ നോട്ടുകൾ. ഒരു കെട്ടിൽ 100 എണ്ണം. അങ്ങനത്തെ എത്ര കെട്ടുകൾ കിട്ടിയാൽ സാർ എനിക്ക് വിനോദിനെ വിട്ടുതരും? മനസ്സിലായില്ലല്ലോ. വിനോദിനെ ഞാൻ വിൽക്കാൻ വെച്ചേക്കുമെന്ന് നിന്നോട് ആരാടി പറഞ്ഞ പൊന്ന മോളെ? ആരാടി നീ? ആ സമയത്ത് തന്നെ ഫോണിൽ വേറൊരു കോൾ വരുന്നത് ശിവാനന്ദ് ശ്രദ്ധിച്ചു. മാത്യൂസാണ്. ആ അക്കം ഇങ്ങ് പറയൂ സാർ, പ്രശ്നം വഷളാക്കാതെ. എത്ര കെട്ടാണ് സാർ നോക്കുന്നത്? നമുക്ക് അടുത്ത 1 മണിക്കൂറിൽ പയ്യനെ കിട്ടണം. നിനക്ക് കിട്ടും, മിക്കവാറും കിട്ടും. മോൾ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ വേണേ അങ്ങോട്ട് കൊണ്ടേ ഏൽപ്പിക്കാം. സാർ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണെന്നും എത്ര പവർഫുൾ ആണെന്നും ഒക്കെ അറിഞ്ഞിട്ട് വേണ്ടേ കളിക്കാൻ ഇറങ്ങാൻ. ചുമ്മാ ഒരു ആവേശത്തിന് ചാടി പുറപ്പെട്ടാൽ സാർ ചെറുപ്പമല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് സാറിനെ.
വെറുതെ ആ നല്ല ബോഡിയിൽ മണ്ണ് പറ്റിക്കണോ? അതിന് ശിവാനന്ദ് മറുപടിയെ പറഞ്ഞത് എഴുതിയാൽ തീർച്ചയായും ഈ ഗ്രൂപ്പിൽ നിന്ന് എന്നെ പുറത്താക്കും. ഫോൺ കട്ട് ചെയ്ത് പല്ലിറുമിക്കൊണ്ട് ശിവാനന്ദ് മാത്യൂസിന് ഡയൽ ചെയ്തു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു കൈ നീണ്ടുവന്നതും ആ ഫോൺ തട്ടിയെടുത്തത്. ശിവാനന്ദ് ഞെട്ടിത്തിരിഞ്ഞത് ഒരു തോക്കിൻ കുഴലിന് മുൻപിലേക്കാണ്. മുഖത്താകെ തോർത്തുമുണ്ട് വരിഞ്ഞു കിട്ടിയ ഒരു യുവാവ്. വണ്ടി എടുക്കടാ! അയാൾ ശിവാനന്ദന്റെ നെറ്റിയിൽ തോക്കിൻ കുഴൽ അമർത്തിക്കൊണ്ട് അലറി.